കാരണം ഇതിന് ഒന്നും മാർക്ക് കിട്ടാൻ പോവില്ല. ഓക്കെ, ഇതുകൊണ്ട് ഒന്നും അവാർഡ് കിട്ടാൻ പോവില്ല, ഒരു പണിഷ്മെന്റും കിട്ടാൻ പോവില്ല. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും പറയാം, പക്ഷെ അതുകൊണ്ട് നിങ്ങളെ ആരും ശിക്ഷിക്കാൻ പോവില്ല. ഓക്കെ, സോ ദെർ വിൽ ബി നോ റിവാർഡ്സ്, നോ പണിഷ്മെന്റ്, നോ മാർക്സ്, നത്തിങ്. ജസ്റ്റ് ഹൃദയം തൊട്ട് ഒരു സംസാരം, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സംസാരം. ചെയ്യാമോ? ഗേൾസ് ഒക്കെ യെസ് പറയുന്നു. ബോയ്സ്, ഹൗ അബൌട്ട് ബോയ്സ്? ചെയ്യാമോ? യെസ്, ഓക്കെ. ഞാൻ കാണട്ടെ ആരൊക്കെ ഈ സംസാരത്തിൽ നന്നായിട്ട് പങ്കെടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, തുറന്ന് സംസാരിക്കണം. എന്ത് മനസ്സിൽ വരുന്നുണ്ടോ അത് പറയണം കേട്ടോ. ഓക്കെ, സോ എനിക്ക് ഉള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളെല്ലാം 11-12 കുട്ടികളല്ലേ, റൈറ്റ്? ഇപ്പൊ നിങ്ങൾക്കും ചില പ്രശ്നങ്ങളൊക്കെ കാണും, റൈറ്റ്? യു വിൽ ബി ഹാവിങ് സം പ്രോബ്ലംസ്, റൈറ്റ്? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? അതൊന്ന് എടുത്ത് പറയുമോ? ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, വലിയ ആൾക്കാർ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക, പിന്നീട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയൂ. ചെയ്യാമോ? ഹൂസ് ഗോയിങ് ടു ബി ദ ഫസ്റ്റ്? ആരാ ആദ്യം സംസാരിക്കാൻ പോകുന്നത്? ഇവിടെ ഒരു മൈക്കുണ്ട്, മൈക്ക് എടുത്ത് സംസാരിക്കണം. കമാൻ, ആരാണ് ആ ധൈര്യമായ കുട്ടീന്ന് ഞാൻ നോക്കട്ടെ. ഏറ്റവും ആദ്യം സംസാരിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള കുട്ടി എന്ന് പറയാൻ സാധിക്കും. അതോ അവിടെ ആരോ കൈ പൊക്കുന്നു? ആരാത്? സംസാരിക്കണുണ്ടോ? എന്താണ് കൈ പൊക്കി ഉടൻ തന്നെ താഴ്ത്തുന്നു? യെസ്, അവിടെ ഒരു കുട്ടി. യെസ്, വെരി ഗുഡ്, നല്ല കൈയടി കൊടുക്ക. ഏറ്റവും ധൈര്യമുള്ള കുട്ടി ഈ കൂട്ടത്തിൽ ആ കുട്ടിയാണ്. പേരെന്താ? ആദിത്യ. വെരി നൈസ്. ഓക്കെ, യെസ് ആദിത്യ, പറയൂ. നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് കുറവാണ്. ഓക്കെ, പിന്നെ സെൽഫ് എസ്റ്റീം കുറവാണ്. ഓ മൈ ഗോഡ്, എന്താണ് സെൽഫ് എസ്റ്റീം? എല്ലാവർക്കും എന്താണെന്ന് അറിയുവോ? സെൽഫ് എസ്റ്റീം എന്താണെന്ന് എല്ലാവർക്കും അറിയുവോ? എന്താണ് സെൽഫ് എസ്റ്റീം? ഒന്ന് മുന്നോട്ട് വന്ന് പറയുവോ? കുട്ടി ധൈര്യം മാത്രമല്ല, മിടുക്കിയാണ്. എസ്റ്റീമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രായത്തിൽ ഉണ്ടായിരുന്നപ്പോ സെൽഫ് എസ്റ്റീം എന്ന വാക്ക് പോലും കേട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, സോ യെസ്, പറയൂ ആദിത്യ, എന്താണ് സെൽഫ് എസ്റ്റീം? നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ കൊടുക്കുന്ന. യെസ്, വാല്യൂ. ഇപ്പോ സ്വന്തമായിട്ടൊരു വാല്യൂ നമ്മൾ കൊടുക്കാറില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാനും പേടിയായിരിക്കും. ഇപ്പൊ തന്നെ മാം ചോദിച്ചപ്പോ ആരും ആൻസർ പറയാൻ പേടിയാണ്. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, എന്തായാലും ഞാൻ പറഞ്ഞ ഇനി കളിയാക്കോ കൂടെ ഉള്ളവര്, ഇനിയുള്ളവർ എന്റെ കൂടെ ഉള്ളവർ മിണ്ടത്തില്ലേ, എന്നെ ആർക്കും ഇഷ്ടപ്പെടത്തില്ലേ, എനിക്ക് ഭംഗിയില്ലേ, എന്റെ ഡ്രസ്സ് കൊള്ളത്തില്ലേ, ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കൊള്ളത്തില്ലേ, അങ്ങനെ ഒരുപാട് നമ്മൾ തിങ്ക് ചെയ്യും. വെരി നൈസ്, വെരി നൈസ്. വളരെ ഭംഗിയായിട്ട് പറഞ്ഞല്ലേ ആദിത്യ, റൈറ്റ്? ഇത് എല്ലാവരും ഫീൽ ചെയ്യാറുണ്ടോ? യെസ്, എല്ലാവർക്കും ഉണ്ടല്ലേ? അത് ആദിത്യ